നമസ്കാരം. പശ്ചിമേഷ്യയിൽ സംഘർഷാവസ്ഥ ശക്തമായിരിക്കെ ആഗോള എണ്ണ വിപണിയിൽ വലിയ ആശങ്കയാണ് ഉയർന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഹോർമൂസ് കടലിടുക്ക് അടച്ചതോടെ ലോകത്തെ പ്രധാന എണ്ണ ഗതാഗത പാതകളിൽ ഒന്നാണ് തടസ്സപ്പെട്ടത്. ഇതിന്റെ പ്രത്യാഘാതം ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ സാധ്യതയുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. കാരണം ഇന്ത്യയുടെ ഊർജാവശ്യങ്ങളുടെ വലിയ പങ്ക് നിറവേറ്റുന്നത് ഇറക്കുമതിയെ ആശ്രയിച്ചാണ്. എന്നാൽ ഈ പ്രതിസന്ധികൾക്കിടയിൽ പോലും ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാൻ മുന്നോട്ട് വന്ന നടപടികൾ രാജ്യത്തിന്റെ വിദേശ നയത്തിലെ ദൂരദർശിത്വം വ്യക്തമാക്കുന്നതാണ്. ഈ സാഹചര്യത്തിൽ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങാൻ ഇന്ത്യ തീരുമാനിച്ചത് രാജ്യത്തിന്റെ തന്ത്രപരമായ നീക്കമായാണ് വിലയിരുത്തേണ്ടത്. 2 കപ്പലുകളിലായി ഏകദേശം 14 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ ഇന്ത്യയിൽ എത്താനിരിക്കുകയാണ്. ഇതോടൊപ്പം യുദ്ധകാലാവസ്ഥയിൽ തന്നെ ഏകദേശം 2 കോടി ബാരൽ എണ്ണ വാങ്ങാനുള്ള പദ്ധതിയും ഇന്ത്യ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഈ നീക്കങ്ങൾ ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് കരുത്തേകുന്നതാണ്. ഇത്തരം തീരുമാനങ്ങൾക്ക് പിന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ നയവും ആസൂത്രണ ശേഷിയും പ്രധാന പങ്ക് വഹിക്കുന്നതായി വിലയിരുത്തപ്പെടുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ ഇന്ത്യ സ്വീകരിച്ച വിദേശ നയം മൾട്ടി അലൈൻമെന്റ് എന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയതാണ്. അതായത് ഒരു ശക്തിയോട് മാത്രം ചേർന്ന് നിൽക്കാതെ വിവിധ രാജ്യങ്ങളുമായും സൗഹൃദ ബന്ധം നിലനിർത്തുക എന്ന നയം. ഈ നയത്തിന്റെ ഭാഗമായി ഇന്ത്യക്ക് അമേരിക്കയുമായും യൂറോപ്യൻ രാജ്യങ്ങളുമായും ശക്തമായ ബന്ധം നിലനിർത്താൻ കഴിയുന്നുണ്ട്. അതേസമയം റഷ്യയുമായുള്ള പരമ്പരാഗത സൗഹൃദവും ഇന്ത്യ നിലനിർത്തുന്നു. ഈ സമതുലിത സമീപനമാണ് പ്രതിസന്ധി കാലത്തും ഇന്ത്യക്ക് ആവശ്യമായ ഊർജ്ജ സ്രോതസ്സുകൾ ഉറപ്പാക്കാൻ സഹായിക്കുന്നത്. റഷ്യ നേരത്തെ തന്നെ ഇന്ത്യക്ക് ക്രൂഡ് ഓയിൽ നൽകാൻ താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു. ഇന്ത്യയുമായി ക്രൂഡ് ഓയിൽ വ്യാപാരം നടത്തുന്നതിൽ യാതൊരു തടസ്സവും ഇല്ല എന്ന് റഷ്യ വ്യക്തമാക്കിയതും ഇന്ത്യയുടെ നയതന്ത്ര വിജയത്തിന്റെ സൂചനയായാണ് വിലയിരുത്തപ്പെടുന്നത്. ലോകരാഷ്ട്രീയത്തിൽ പലപ്പോഴും രാജ്യങ്ങൾ ശക്തമായ കൂട്ടുകെട്ടുകളിലായി വിഭജിക്കപ്പെടുമ്പോഴും ഇന്ത്യ സ്വതന്ത്രമായ വിദേശ നയം പിന്തുടരുന്ന രാജ്യമായി നിലകൊള്ളുന്നു. ഇത് ഇന്ത്യയുടെ ദേശീയ താൽപര്യങ്ങളെ മുൻനിർത്തിയുള്ള സമീപനമാണ്. ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുക എന്നത് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും വികസനത്തിനും അനിവാര്യമാണ്. എണ്ണവില ഉയരുമ്പോൾ അതിന്റെ ആഘാതം സാധാരണ ജനങ്ങളുടെ ജീവിത ചെലവിനെയും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെയും ബാധിക്കും. അതുകൊണ്ട് തന്നെ ആഗോള പ്രതിസന്ധികൾ ഉണ്ടായാലും സ്ഥിരതയുള്ള എണ്ണ വിതരണം ഉറപ്പാക്കാനുള്ള നീക്കങ്ങൾ ഏറെ പ്രാധാന്യമുള്ളതാണ്. ഈ സാഹചര്യത്തിൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് തന്ത്രപരമായ സാമ്പത്തിക നീക്കമായും വിലയിരുത്താം. കുറഞ്ഞ വിലയിൽ ലഭ്യമായ എണ്ണ വാങ്ങുന്നതിലൂടെ ഇന്ത്യക്ക് വലിയ സാമ്പത്തിക നേട്ടവും ഉണ്ടാകും. അതോടൊപ്പം രാജ്യത്തെ ഇന്ധനവില നിയന്ത്രിക്കാനും ഇത് സഹായകരമാകും. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഇന്ത്യയുടെ വിദേശ നയം കൂടുതൽ ആത്മവിശ്വാസത്തോടെയും സ്വതന്ത്ര നിലപാടോടെയും മുന്നോട്ട് പോകുന്നുവെന്ന വിലയിരുത്തലും ഉയരുന്നുണ്ട്. ലോകരാഷ്ട്രീയത്തിൽ വലിയ ശക്തികൾ തമ്മിൽ മത്സരം ശക്തമാകുമ്പോഴും ഇന്ത്യ സ്വന്തം ദേശീയ താൽപര്യങ്ങളെ മുൻനിർത്തിയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇത്തരം നയതന്ത്ര സമീപനങ്ങൾ ഇന്ത്യയെ ഒരു ഉത്തരവാദിത്വമുള്ള ആഗോള ശക്തിയായി ഉയർത്തുകയാണ്. പ്രതിസന്ധി കാലങ്ങളിൽ പോലും ഇന്ത്യക്ക് ആവശ്യമായ വിഭവങ്ങൾ ഉറപ്പാക്കാൻ കഴിയുന്നത് ഈ ദൂരദർശിയായ നയതന്ത്രത്തിന്റെ ഫലമായാണ് കാണപ്പെടേണ്ടത്. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യവും ഹോർമൂസ് കടലിടുക്ക് അടച്ചത് മൂലം ലോകം ആശങ്കയിലായിരിക്കുന്ന ഈ സമയത്ത് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാൻ സ്വീകരിച്ച നടപടികൾ രാജ്യത്തിന്റെ വിദേശ നയത്തിന്റെ ശക്തി ഒന്നുകൂടി വ്യക്തമാക്കുന്നതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ സ്വീകരിച്ച സമതുലിതവും ദൂരദർശിയുമായ നയതന്ത്രമാണ് ഇത്തരം പ്രതിസന്ധികളിലും രാജ്യത്തിന് കരുത്തായി മാറുന്നത്. രാജ്യത്തിന്റെ താൽപര്യങ്ങളെ മുൻനിർത്തിയുള്ള ഈ സമീപനം ഇന്ത്യയെ കൂടുതൽ ശക്തമായ ആഗോള ശക്തിയായി ഉയർത്തുന്നുവെന്ന് പറയാം.